ഫസ്റ്റ് ഓൺ റിപ്പോർട്ടർ PM ശ്രീ പദ്ധതി കേരളത്തിൽ നടപ്പാക്കില്ല. തീരുമാനമെടുക്കാൻ ചുമതലപ്പെടുത്തിയ മന്ത്രിസഭാ ഉപസമിതി ഒരു തവണ പോലും യോഗം ചേർന്നിട്ടില്ല. പദ്ധതിയുമായി മുന്നോട്ട് പോകേണ്ടതില്ല എന്ന് തന്നെയാണ് രാഷ്ട്രീയ തീരുമാനം. CPയുടെ എതിർപ്പിനെ തുടർന്നാണ് ഒപ്പിട്ട കരാറിൽ നിന്നും കേരളം പിൻവാങ്ങിയത്. നിസ്സാര തുക തരാമെന്ന് പറഞ്ഞാണ് കേരളത്തെ കേന്ദ്രം വിഴുങ്ങാൻ വരുന്നതെന്ന് മുൻ ധനമന്ത്രി GM തോമസ് ഐസക് പറഞ്ഞു. PM ശ്രീ വലിയ കഥയില്ല, നിസ്സാര പണമുള്ളൂ, വേണ്ടെന്ന് വെക്കുക. സർവശിക്ഷാ അഭിയാന്റെ പണവും നിങ്ങൾ PM ശ്രീ ഒപ്പിട്ടില്ലെങ്കിൽ തരുമെന്ന് പറയുന്നു. അതിനെതിരായിട്ട് ഇപ്പോൾ കേസ് കൊടുത്തിട്ടുണ്ട്. ഏതായാലും LDF ഒരു തിരുകാര്യം എടുത്തിട്ടുണ്ട്. PM ശ്രീ അതിലൊരു വിട്ടുവീഴ്ച പാടില്ല, വിട്ടുവീഴ്ചയില്ല. ഇപ്പോൾ ശക്തമായിട്ടുള്ള സമരം സർവശിക്ഷ അഭിയാന്റെ പണം കിട്ടാൻ വേണ്ടി നൽകേണ്ടി വരും. കേരളത്തിലെ ഏത് സ്കൂളിനാണ് 1-2 കോടി കിട്ടാതെ ഉള്ളത്? ബ്ലോക്കിൽ ഒരെണ്ണമല്ല, എല്ലാ മണ്ഡലത്തിലും ഒരു 5 കോടിയുടെ എങ്കിലും നിക്ഷേപം ഉള്ള ഒരു സ്കൂളുണ്ട്. 500 കുട്ടികളെക്കുള്ളിൽ പഠിക്കുന്ന സകല സ്കൂളിനും കെട്ടിടത്തിന് പണം നൽകിയിട്ടുണ്ട്. അപ്പോഴാണ് ഒരു ബ്ലോക്കിൽ 2 കോടി തരാമെന്നും പറഞ്ഞ് കേരളത്തെ വിഴുങ്ങാൻ പറ്റുന്നത്. റഹീസ് റഷീദുണ്ട്. റഹീസ്, ഈ PM ശ്രീ പണമില്ലാതെ മുന്നോട്ട് പോകാനാവില്ല എന്ന് മന്ത്രി ശിവൻകുട്ടി പറഞ്ഞതിൽ നിന്നാണ് ഇപ്പോൾ CPM-ൽ നിന്ന് തന്നെ മറിച്ചുള്ള പ്രതികരണം GM തോമസ് ഐസക്കിൽ വരുന്നത്. ഈ തുച്ഛമായ തുക ആവശ്യമില്ല എന്ന് പറയുമ്പോൾ CPI-യുടെ കടുത്ത ഉറച്ച തീരുമാനത്തിന് CPM വഴങ്ങിയിരിക്കുന്നു എന്നല്ലേ മനസ്സിലാക്കേണ്ടത്? ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് ഇനിയൊരു എതിർപ്പിലേക്കും മുന്നണിക്കകത്തെ പ്രശ്നത്തിലേക്കും പോകുന്നില്ല എന്ന്. സ്മൃതി, അത് തന്നെയാണ്. തിരഞ്ഞെടുപ്പ് കാലത്ത് മുന്നണിക്കകത്ത് മറ്റൊരു തർക്കത്തിലേക്ക് പോകേണ്ടതില്ല എന്ന തീരുമാനത്തിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് CPIM രാഷ്ട്രീയമായി PM ശ്രീ പദ്ധതിയുമായി മുന്നോട്ട് പോകേണ്ടതില്ല എന്ന ധാരണ പാർട്ടിക്കകത്ത് എത്തിയത്. അതുകൊണ്ടാണ് മന്ത്രിസഭാ ഉപസമിതി തീരുമാനിച്ചിരുന്നു. ക്യാബിനറ്റ് ഈ തൽക്കാലം അന്ന് ഒപ്പിട്ടു. CPI മന്ത്രിസഭയിൽ നിന്ന് പിൻവാങ്ങുന്നത് അടക്കമുള്ള കാര്യങ്ങളിലേക്ക് എത്തുന്ന സമയത്ത് തൽക്കാലം PM ശ്രീ പദ്ധതിയുമായി മുന്നോട്ട് പോകുന്നില്ല എന്ന കേരളത്തിന്റെ തീരുമാനം കേന്ദ്രത്തെ അറിയിക്കുകയും ചെയ്തു. പിന്നീടാണ് 7 അംഗ മന്ത്രിസഭാ ഉപസമിതിയെ വെച്ചത്. ഈ ഉപസമിതി യോഗം ചേർന്നതിന് ശേഷം ഒരു തീരുമാനമെടുക്കാം എന്നതായിരുന്നു അന്ന് ക്യാബിനറ്റിലുണ്ടായിരുന്ന ധാരണ. V ശിവൻകുട്ടിയും P രാജീവും CPIM-നെ പ്രതിനിധീകരിച്ച് ആ ഉപസമിതിയിലുണ്ടായിരുന്നു. K രാജനും P പ്രസാദുമായിരുന്നു CPIയെ പ്രതിനിധീകരിച്ചുണ്ടായിരുന്നത്. റോഷി അഗസ്റ്റിനും AK ശശീന്ദ്രനും കൃഷ്ണൻകുട്ടിയുമായിരുന്നു മന്ത്രിസഭാ ഉപസമിതിയിലുള്ള മറ്റംഗങ്ങൾ. പക്ഷേ ഒരു തവണ പോലും ആ മന്ത്രിസഭാ ഉപസമിതി യോഗം ചേർന്നിട്ടില്ല. ഇനി യോഗം ചേരുകയില്ല. കാരണം ഈ മാസം അവസാനം അല്ലെങ്കിൽ അടുത്ത മാസം ആദ്യം തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കും. അതോടുകൂടി തെരഞ്ഞെടുപ്പ് നടപടിക്രമങ്ങളിലേക്ക് പോകും. ഇനി മന്ത്രിസഭാ ഉപസമിതി കൂടി CPIM താല്പര്യം അവിടെ പറയുകയാണെങ്കിൽ പോലും CPIയുടെ എതിർപ്പ് ഉണ്ടാകും. ഒരു കുറച്ചു പോലും പിന്നോട്ട് വരാൻ CPI തയ്യാറാവില്ല എന്ന് CPIM-ന് മനസ്സിലായതിന്റെ കൂടി അടിസ്ഥാനത്തിൽ PM ശ്രീ പദ്ധതി കേരളം തത്വത്തിൽ ഉപേക്ഷിച്ചു എന്ന് പറയാം. സ്മൃതി, റഹീസ് റഷീദാണ് വിവരങ്ങൾ നൽകിയത്.